അധികാരികൾ അറിയിക്കാൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. രണ്ടു മാസം മുമ്പ് തകർന്ന പാലക്കാട്ട് താഴം പാലത്തിന്റെ അപ്രോച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർക്ക് സമയമില്ല. അധികാരികളുടെ അനാസ്ഥ മൂലമാണ് ജോലികൾ വൈകുന്നത് എന്ന് ആക്ഷേപം. നിയന്ത്രണം ലംഘിച്ചു കടന്നുവരുന്ന വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാൻ സാധ്യത. AM റോഡിലെ പാലക്കാട്ട് താഴം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നിട്ട് നന്നാക്കാത്തത് അധികാരികളുടെ അനാസ്ഥയാണെന്ന് ആക്ഷേപമുയരുന്നു. ഒക്ടോബർ അവസാന വാരത്തിലാണ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണത്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തലാക്കി. ഒരു വശത്തുകൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ജോലികൾ തീർക്കുമെന്ന് പൊതുമരാമത്ത് വിഭാഗം അധികൃതരും ജനപ്രതിനിധികളും അവകാശപ്പെട്ടതല്ലാതെ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏകദേശം 15 മീറ്ററോളം നീളത്തിൽ റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടൊക്കെ വാഹനങ്ങൾ കടന്നു വരാതിരിക്കാൻ അധികൃതർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കാറ്റിൽ പറത്തി ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇനിയും അപകടത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശത്തു കൂടിയാണ് ഈ യാത്ര. അതിനാൽ വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന പ്രദേശവാസികളുടെ ഭയത്തെ തള്ളിക്കളയാനുമാകില്ല. വലിയ വാഹനങ്ങൾ കടന്നു വരാതായതോടെ ഈ പ്രദേശം സമീപത്തെ ഹോട്ടലുകളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇതുകൂടാതെ നാഷണൽ പെർമിറ്റ് ലോറികളുടെ പാർക്കിംഗ് കേന്ദ്രമായും ഈ പ്രദേശം മാറുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ വെച്ച ശേഷം മണ്ണിടിഞ്ഞു പോയ ഭാഗത്തേക്ക് നടന്നു ചെല്ലുന്ന ആളുകളെയും കാണാം. ഇതെല്ലാം കൂടുതൽ അപകടങ്ങൾക്ക് മാത്രമേ വഴി തുറക്കൂ. എന്നിട്ടും റോഡിന്റെ അപകടാവസ്ഥ പരിഹരിച്ച് ഇത് സഞ്ചാരയോഗ്യമാക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാവുന്ന ജോലിയാണ് മാസങ്ങളോളം വൈകിപ്പിക്കുന്നത്. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഉദാസീനത കാണിക്കുന്നതാണ് ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്ക് കാരണമായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എത്രയും വേഗം ഇടപെടൽ നടത്തി കേരളത്തിലെ തന്നെ പ്രധാന റോഡുകളിലൊന്നായ ആലുവ-മൂന്നാർ റോഡിലെ ഈ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.